നമസ്കാരം. ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത് ഒരുതരം രഹസ്യ നിയമപുസ്തകം അനുസരിച്ചാണെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതും അതിലെ ഏറ്റവും ചെറിയ കുഞ്ഞൻ കണികകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്താണെന്ന് വെച്ചാൽ ആ ഒരു കോസ്മിക് റൂൾ ബുക്കിന്റെ താളുകളൊന്ന് മറിച്ചു നോക്കാനാണ്. അപ്പം സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്താണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഈ അടിസ്ഥാന നിയമങ്ങൾ? ശരിക്കും പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ ആ രഹസ്യ നിയമപുസ്തകത്തിലേക്ക് ഒന്ന് എത്തിനോക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിന്ന് നടത്തുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വേഗത്തിലൊന്ന് നോക്കാം. ആദ്യം നമ്മൾ കണികകളുടെ രണ്ട് പ്രധാന ടീമുകളെ പരിചയപ്പെടും. പിന്നെ അവയുടെ ഉള്ളിലെന്താണെന്നും അവ പാലിക്കുന്ന ലംഘിക്കാനാവാത്ത നിയമങ്ങൾ എന്തൊക്കെയാണെന്നും കാണും. അതിനുശേഷം പ്രകൃതി തന്നെ ചിലപ്പോൾ നിയമങ്ങൾ തെറ്റിക്കുന്നതിനെപ്പറ്റി സംസാരിക്കും. ഒടുവിൽ ഈ നിയമങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യമെന്നും നമ്മൾ മനസ്സിലാക്കും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പ്രപഞ്ചത്തിലെ അടിസ്ഥാന കണികകളെ നമുക്ക് രണ്ട് പ്രധാന ടീമുകളായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളെന്ന് വേണമെങ്കിലും പറയാം. ഒന്നാമത്തെ ടീമിന്റെ പേര് ഹാഡ്രോണുകൾ, രണ്ടാമത്തത് ലെപ്റ്റോണുകൾ. അപ്പോ ഈ രണ്ട് ടീമുകളെയും വേർതിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ? അതൊരൊറ്റ കാര്യമാണ്: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന അതിശക്തമായ ഒരു ബലത്തോടെ ഇവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. സംഭവം സിമ്പിളാണ്. ഹാഡ്രോണുകള് ഈ ഫോഴ്സുമായിട്ട് നല്ല കൂട്ടാണ്, അതുമായിട്ട് ഇടപഴകും. പക്ഷേ ലെപ്റ്റോണുകളോ? അവരിതിനെ മൈൻഡ് പോലും ചെയ്യില്ല, അങ്ങ് അവഗണിച്ചു കളയും. നമുക്കാദ്യം ടീം ഹാഡ്രോണിനെ പരിചയപ്പെടാം. ഇവരാണ് ഈ കളത്തിലെ ഹെവി വെയ്റ്റ്സ്. ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് സ്ട്രോങ് ഫോഴ്സ് നന്നായി അനുഭവപ്പെടും. പിന്നെ ഇവർ ഒറ്റ കണികകളല്ല, അതിലും ചെറിയ ഭാഗങ്ങൾ ചേർന്നാണ് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമൊക്കെ ഈ ടീമിലെ പ്രധാനികളാണ്. ഇവയ്ക്ക് ബാരിയോണുകൾ, മെസോണുകൾ എന്നിങ്ങനെ രണ്ട് സബ് ടൈപ്പുകൾ കൂടിയുണ്ട്. ഇനി അടുത്ത ടീം ലെപ്റ്റോൺ. ഇവർ കണികാലോകത്തെ ഒറ്റയാന്മാരാണ്. സ്ട്രോങ് ഫോഴ്സിനെ ഇവർക്ക് പുല്ലുവിലയാണ്, അതിനെ പൂർണ്ണമായും അവഗണിക്കും. ഇവരാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന കണികകൾ. അതായത് ഇവരെ ഇനിയും മുറിക്കാൻ പറ്റില്ല. നമുക്കെല്ലാം സുപരിചിതമായ ഇലക്ട്രോണും പിന്നെ ന്യൂട്രിനോകളുമൊക്കെ ഈ ലൈറ്റ് വെയ്റ്റ് ടീമിലാണ് വരുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ പരിചയപ്പെട്ട ടീമുകളിലൊന്ന്, അതായത് ഹാഡ്രോണുകൾ, ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അവർ ശരിക്കും എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന രഹസ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കണികയിൽ നിന്ന് തന്നെ തുടങ്ങാം: പ്രോട്ടോൺ. ടീം ഹാഡ്രോണിലെ ഒരു പ്രധാന കളിക്കാരനാണ് ഈ പ്രോട്ടോൺ. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ പ്രോട്ടോണിനെ പോലുള്ള ഹൈഡ്രോണുകൾ ശരിക്കും അടിസ്ഥാന കണികകൾ തന്നെയാണോ? അതോ അവയെ നമുക്ക് ഇനിയും ചെറുതായി വിഭജിക്കാൻ കഴിയുമോ? എന്താണ് നിങ്ങൾ നനയ്ക്കുന്നത്? അതെ, വിഭജിക്കാൻ കഴിയും. ആ രഹസ്യം ഇതാണ്: ഹാഡ്രോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന് വിളിക്കുന്ന അതിലും ചെറിയ കണികകൾ കൊണ്ടാണ്. ഒരു പ്രോട്ടോൺ ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി പോലെ നമുക്കിതിനെ കാണാം. രണ്ട് അപ്പ് ക്വാർക്കുകൾ എടുക്കുക, ഒരു ഡൗൺ ക്വാർക്ക് ചേർക്കുക, എന്നിട്ട് സ്ട്രോങ് ഫോഴ്സ് എന്ന പശ വെച്ച് ഇവയെ ഒട്ടിക്കുക. അത്രയുള്ളൂ, ഒരു പ്രോട്ടോൺ റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ കളിക്കാരെയൊക്കെ പരിചയപ്പെട്ടു. ഇനി അവർ പാലിക്കേണ്ട ചില കർശനമായ നിയമങ്ങളെക്കുറിച്ച് പഠിക്കാം. കളിയുടെ റൂൾസ് എന്താണ്? ഈ കൺസർവേഷൻ നിയമം അല്ലെങ്കിൽ സംരക്ഷണ നിയമം വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു സിസ്റ്റത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും അതിലെ അളക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സാധനത്തിന്റെ ആകെത്തുക എപ്പോഴും ഒരുപോലെയായിരിക്കും. കണക്കുകൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതാണ് പോയിന്റ്. ഈ റൂൾ ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ബാരിയോൺ നമ്പർ സംരക്ഷണവും ലെപ്റ്റോൺ നമ്പർ സംരക്ഷണവും. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്നതിനു മുൻപും ശേഷവും ബാരിയോണുകളുടെ എണ്ണം തുല്യമായിരിക്കണം. അതേപോലെ തന്നെ ലെപ്റ്റോണുകളുടെ എണ്ണവും ഒരു കാരണവശാലും മാറാൻ പാടില്ല. നമുക്കിതൊരു കളിയുടെ സ്കോർ പോലെ കാണാം. ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോൾ അതിലൊരു ലെപ്റ്റോൺ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ ലെപ്റ്റോൺ സ്കോർ എത്രയാണ്? +1. ഇനി നോക്കൂ, ആ റിയാക്ഷന്റെ ഇടയ്ക്ക് എന്ത് തന്നെ സംഭവിച്ചോട്ടെ, എന്ത് തന്നെ മറിഞ്ഞോട്ടെ, അവസാനം നമ്മൾ സ്കോർ നോക്കുമ്പോഴും അത് +1 തന്നെയായിരിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൺസർവേഷൻ നിയമങ്ങൾ എത്രത്തോളം കൃത്യവും ലംഘിക്കാൻ പറ്റാത്തതുമാണെന്ന്. ശരിയല്ലേ? അപ്പോ പോയിന്റ് ഇതാണ്: ഈ നിയമങ്ങൾ എപ്പോഴും പാലിക്കപ്പെടും, ലംഘിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഒരു മിനിറ്റ്, പ്രകൃതിയുടെ അടിസ്ഥാന ബലങ്ങളിലൊന്ന് ചില സമയത്ത് ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാലോ? അതെ, പ്രകൃതിയും ചിലപ്പോൾ ചീറ്റ് ചെയ്യും. അതിലേക്ക് വരുന്നതിനു മുൻപ് നമുക്ക് പാരിറ്റി എന്താണെന്ന് നോക്കാം. ഇതൊരു മിറർ സിമെട്രിയാണ്. അതായത്
ഒരു സംഭവം എങ്ങനെയാണോ നടക്കുന്നത് അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബവും അതുപോലെ തന്നെ ആയിരിക്കണമെന്നൊരു നിയമം. അടുത്തതാണ് ചാർജ് കോൺജുഗേഷൻ. ഇത് കുറച്ചുകൂടി രസകരമാണ്. എല്ലാ കണികകൾക്കും ഒരു ഇരട്ടയുണ്ട്. അതിനെയാണ് ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ചാർജ് മാത്രം വിപരീതമായിരിക്കും. അപ്പോ ഈ നിയമം പറയുന്നത് ഒരു റിയാക്ഷനിലെ എല്ലാ കണികകളെയും അവയുടെ ആന്റി പാർട്ടിക്കിളുകളുമായി മാറ്റിയാലും ആ റിയാക്ഷന് ഒരു മാറ്റവും സംഭവിക്കരുതെന്നാണ്. അവസാനമായിട്ട് ടൈം റിവേഴ്സൽ. ഇത് സമയത്തിന്റെ സിമിട്രിയാണ്. അതായത് ഭൗതികശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു സിനിമ മുന്നോട്ട് കാണുന്നതും പിന്നോട്ട് കാണുന്നതും ഒരുപോലെയായിരിക്കണം. നിയമങ്ങൾക്കൊരു മാറ്റവും വരാൻ പാടില്ല. ഇനി ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. പ്രപഞ്ചത്തിലെ അടിസ്ഥാന ബലങ്ങളിലൊന്നായ വീക്ക് ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇത്രനേരം പറഞ്ഞ പാരിറ്റി, അതായത് മിറർ സിമെട്രി, പിന്നെ ചാർജ് സിമെട്രി, ഈ രണ്ട് നിയമങ്ങളെയും ഒരു ദയയുമില്ലാതെ ലംഘിക്കുകയാണ്. ഇതൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലായിരുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വീക്ക് ഫോഴ്സ് പ്രപഞ്ചത്തിന്റെ സമമിതിയെ തകർക്കുന്നു. പ്രപഞ്ചം ഇടതും വലതും ഒരുപോലെയല്ല പരിഗണിക്കുന്നത് എന്ന് സാരം. ഇത് ഭൗതികശാസ്ത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ശരി, ഇത്രയൊക്കെ കേട്ടു. ഈ കുഞ്ഞൻ കണികകളെക്കുറിച്ചും അവയുടെ വിചിത്രമായ നിയമങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ എന്തിനിത്രയധികം തലപുകയ്ക്കണം? ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്താണ് കാര്യം? ഇതിൽ നിന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതാണ്. 1. പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് ഹാഡ്രോണുകൾ, ലെപ്റ്റോണുകൾ എന്നീ രണ്ട് സിമ്പിൾ ടീമുകളിൽ നിന്നാണ്. 2. ഇവരുടെ കളികളെല്ലാം കർശനമായ സംരക്ഷണ നിയമങ്ങൾ അനുസരിച്ചാണ്. സത്യം പറഞ്ഞാൽ ഈ നിയമങ്ങളിലെ കണക്കുകൾ ശരിയാക്കാൻ വേണ്ടി മാത്രം പ്രവചിക്കപ്പെട്ട ഒരു കണികയാണ് ന്യൂട്രിനോ. പക്ഷേ അതിനിടയിലും മിറർ സിമെട്രി പോലുള്ള ചില നിയമങ്ങൾ വീക്ക് ഫോഴ്സ് ഒരു കാരണവുമില്ലാതെ ലംഘിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രപഞ്ചമെന്ന ഈ വലിയ കളിയുടെ നിയമങ്ങൾ പതിയെ പഠിച്ചു വരികയാണ്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പ്രപഞ്ചം എന്തിനാണ് ഈ രീതിയിൽ കളിക്കാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇങ്ങനെയായത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കിപ്പോഴും അറിയില്ല. ഒരുപക്ഷേ അടുത്ത വലിയ കണ്ടെത്തൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കാം.